വിജയ നമസ്കാരം. നമസ്കാരം. ആ വമ്പൻ നീക്കത്തിന് കേന്ദ്ര സർക്കാർ തുടക്കമിടാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു വിജേട്ടാ. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും ഇറങ്ങി തടയും എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞില്ല. പക്ഷേ ഇത് തടയേണ്ട ആവശ്യമില്ല. കേന്ദ്രം, നമ്മൾ നേരത്തെ പറഞ്ഞു, കേന്ദ്രം എന്ത് തുടങ്ങിയാലും നരേന്ദ്രമോദി 2014 മുതൽ 2019 വരെ, 2024 വരെ വേണമെങ്കിൽ എടുത്തോളൂ, 24 വരെ നരേന്ദ്രമോദിയുടെ ഒരു മോഡസ് ഓപ്പറാൻഡി ഉണ്ട്. അതായത് എന്തെങ്കിലും നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് തുള്ളി മരുന്ന് കൊടുക്കുന്നത് പോലെ ആദ്യം കുറേശ്ശെ കൊടുക്കും. എന്നിട്ട് ജനങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്ത് വരുമ്പോൾ മാത്രമാണ് ആ പദ്ധതി ഇന്നതാണെന്ന് പറഞ്ഞ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നടപ്പിലാക്കുന്നത്. രാമക്ഷേത്രം ആയിരുന്നാലും ശരി, കശ്മീർ അബ്രഗേഷൻ ആയിരുന്നാലും ശരി, GST ആയിരുന്നാലും ശരി, എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. പക്ഷേ നോട്ട് നിരോധനം അങ്ങനെ നടപ്പിലാക്കാൻ പറ്റാത്തത് കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം അത് ഒറ്റയടിക്ക് നടപ്പിലാക്കുകയും 100 ദിവസത്തിനകം ഇത് ശരിയായില്ലെങ്കിൽ എന്നെ പച്ചയ്ക്ക് കത്തിച്ചോളൂ എന്ന് പ്രധാനമന്ത്രി വന്ന് പറയുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. പ്രധാനമന്ത്രിയുടെ ഉദ്ദേശശുദ്ധി നല്ലതായതുകൊണ്ടാണ്. പക്ഷെ അതുപോലൊരു സാധനം, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, ഈ ഒരു സംഭവം 2029 നടപ്പിലാക്കാൻ പോവുകയാണ് എന്നുള്ള വാർത്തകൾ വരുന്നു. പക്ഷേ കേരളത്തിൽ അത് നടപ്പിലാക്കില്ല, തമിഴ്നാട്ടിൽ അത് നടപ്പിലാക്കില്ല, BJP ഭരിക്കാത്ത ഒരു സംസ്ഥാനങ്ങളിലും അത് നടപ്പിലാക്കില്ല. NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് പ്രാഥമികമായി ഇത് ആദ്യമായി നടപ്പിലാക്കാൻ. 2029 എനിക്ക് തോന്നുന്നു NDA ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടത്താനുള്ള നീക്കമാണ് ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അമിത്ഷായും നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ഇവരുടെ ഏറ്റവും വലിയ വാദം എന്ന് പറയുന്നത് BJP ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് കൊണ്ടുവരുമ്പോൾ BJP അങ്ങനെ കൊണ്ടുവരുന്നത് എല്ലാ സംസ്ഥാനങ്ങൾക്കും BJPക്ക് ഭരിക്കാനാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ, BJP ഒരു റിസ്ക് ആണ് എടുക്കുന്നത്. 2029 എല്ലാ സംസ്ഥാനങ്ങളിലും ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് വരുന്നു എന്ന് പറയുമ്പോൾ ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് ഈ വർഷമാണ് ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൽ BJP ജയിച്ചു കഴിഞ്ഞാൽ 2029 വീണ്ടും അതേ ഉത്തർപ്രദേശിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് വരില്ലേ? അപ്പൊ BJPക്ക് അവിടെ 5 കൊല്ലം അവിടെ ഭരിക്കാൻ കഴിയില്ലോ. അവരുടെ ജീവൻ പണയം വെച്ചിട്ടാണ് ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് ഓരോ കാര്യങ്ങളും വരുന്നത് എന്നുള്ളതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമായിട്ടാണ് ഞാൻ ഇതിനെ വിലയിരുത്തുന്നത്. എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ഇതൊരു നല്ല മൂവാണോ? ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് നമ്മുടെ രാജ്യത്ത് പുതുമയുള്ളതൊന്നുമല്ല. 1951 മുതൽ 67 വരെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതിന്റെ ആരൊക്കെ ആയിരുന്നു എന്നുള്ളത്. അന്ന് 67 വരെ നമ്മുടെ രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പേ ഉള്ളായിരുന്നു. മനുഷ്യ പാർലമെന്റ്, നിയമസഭ എല്ലാം ഒറ്റ തെരഞ്ഞെടുപ്പേ ഉള്ളൂ. അതിനുശേഷം നമ്മുടെ രാജ്യത്ത് ഒരുപാട് സംസ്ഥാനങ്ങൾ വരികയുണ്ടായി പുതിയതായിട്ട്. ഈ സംസ്ഥാനങ്ങളൊക്കെ വന്നപ്പോൾ അതിന്റെ തെരഞ്ഞെടുപ്പുകളും വേണമല്ലോ. അപ്പൊ അതെല്ലാം വന്നപ്പോൾ ഈ ഡേറ്റുകൾ, തീയതികൾ, വർഷങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് ആകാൻ തുടങ്ങി. അങ്ങനെയാണ് ഇത് പതുക്കെ പതുക്കെ അകന്നു പോകുന്നത്. ഇതേപോലെ തന്നെ ഒരു 2 വർഷം മുമ്പ്, 2-3 വർഷം മുമ്പ് ഈ BJP ഇത്, കാരണം ഇത് അവരുടെ ഒരു അജണ്ടയാണ്. BJPയുടെ 2014 അവർ വരുമ്പോൾ തന്നെ മോദി പറഞ്ഞിരുന്നു. കാരണം ഈ തെരഞ്ഞെടുപ്പ് ചെലവ് കുറയ്ക്കുക. ഇപ്പോഴത്തെ നമുക്കറിയാം തെരഞ്ഞെടുപ്പിന്റെ ചെലവ് ഭീമമാണ്. ഒരു സ്ഥാനാർത്ഥി ഒരു സാധാരണ ഒരു ലോക്കൽ മണ്ഡലത്തിലൊക്കെ പോലും വർക്ക് ചെയ്യുന്ന ഒരു പാർലമെന്റ് മണ്ഡലത്തിലൊക്കെ 25 കോടി 50 കോടി രൂപയൊക്കെയാണ് ഒരു സ്ഥാനാർത്ഥി മുടക്കേണ്ടതായി വരുന്നത്. അത് വലിയ ഭീമമായ ഒരു സാമ്പത്തിക, ഇത് അഴിമതിയെ പ്രോത്സാഹിപ്പിക്കും. ഈ ഫണ്ട് മുടക്കുന്നതല്ല. കാരണം ഈ നേതാവിന് വേണ്ടി ഫണ്ട് ഇറക്കാൻ ആള് കാണും. അപ്പോൾ ഈ ആള് ജയിച്ച് MPയോ അല്ലെങ്കിൽ മന്ത്രിയോ ഒക്കെ ആയി കഴിഞ്ഞാല് ഈ ഫണ്ട് തിരിച്ചു കൊടുക്കണ്ടേ? അപ്പൊ പിന്നെ ഈ പണം മുടക്കിയവൻ കാണിക്കുന്ന എല്ലാ വൃത്തികൾക്കും കുട പിടിച്ചു കൊടുക്കേണ്ടി വരും, കണ്ണടക്കേണ്ടി വരും. ഇതുകൊണ്ടാണ് അത് വേണ്ട. ഒറ്റ ഇതാകുമ്പോഴത്തേന് ആ ചെലവ് ഭയങ്കരമായിട്ട് കുറയാൻ പറ്റും. കാരണം സെപ്പറേറ്റ് ഇലക്ഷൻ ആകുമ്പോൾ നമുക്കറിയാം രാഷ്ട്രീയ പാർട്ടികൾ എന്തുമാത്രം തുകയാണ് അതിനു വേണ്ടിയിട്ട് ചെലവഴിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇന്ത്യയില് ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ എതിർക്കാൻ ഏക സാധ്യത ഉള്ളത് നമ്മുടെ KJP മാത്രമായിരിക്കും. കാരണം അവർക്ക് ഫണ്ട് അടിക്കാൻ വേറെ വഴിയൊന്നുമില്ല. വർഷത്തിൽ ഒരു 5 കൊല്ലം കൂടുമ്പോൾ ഒരു ഫണ്ടേ കിട്ടത്തുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഫണ്ട് കിട്ടത്തില്ല. തദ്ദേശത്തിന്റെ ഫണ്ട് അടിക്കാൻ പറ്റത്തില്ല, നിയമസഭയുടെ ഫണ്ടും അടിക്കാൻ പറ്റത്തില്ല. പിന്നുള്ള ഒറ്റ ഇതേ ഉള്ളൂ. അതുകൊണ്ട് കൂട്ടയിടിയായിരിക്കും ഈ നിയമം വന്നു കഴിഞ്ഞാൽ ഇതിന്റെ തലപ്പത്ത് കയറാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പം ഈ അന്ന് അവർ കൊണ്ടുവരുമ്പോൾ അന്ന് അവർ ഇതിനെ കുറിച്ച് ഓപ്പറേറ്റ് ചെയ്യുകയും നമ്മുടെ ശ്രീ രാംനാഥ് കോവിന്ദിനെ ഇതിന്റെ ഒരു അധ്യക്ഷനായിട്ട് പഠിക്കാൻ നിയോഗിച്ചു. അപ്പൊ അന്നത്തെ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജ്യത്ത് ഏതാണ്ട് 18 സംസ്ഥാനങ്ങളിൽ മാത്രമേ ഉള്ളൂ BJP NDA സഖ്യ അധികാരത്തിൽ. ഇന്ന് അവർക്ക് 22 സംസ്ഥാനങ്ങളുണ്ട്. അവിടെ ശ്രദ്ധേയമായൊരു കാര്യമുണ്ട്. ഇന്ന് അവർക്ക് ഇന്ത്യയിലെ വലിയ സംസ്ഥാനങ്ങളല്ല അവർ നേരിട്ടാണ് ഭരിക്കുന്നത്. NDA എന്നല്ല, അവർ നേരിട്ട്. ഉത്തർപ്രദേശ് ഏറ്റവും വലിയ സംസ്ഥാനം അവർ ഭരിക്കുന്നു. അതിന്റെ തൊട്ടടുത്തിരിക്കുന്ന മഹാരാഷ്ട്രയാണ്. 48 സീറ്റുണ്ട് ലോക്സഭാ സീറ്റ്. അവിടെ അവരിപ്പോ നേരത്തെ ഷിൻഡെ ആയിരുന്നു, ഇപ്പൊ അവര് ഫട്നാവിസ് വന്നു. പിന്നെ ബീഹാർ നിതീഷ് ആയിരുന്നു, അത് മാറി ഇപ്പൊ അവര് വന്നു. മറ്റേ ഇവിടെ ബംഗാൾ അവർക്ക് അഡീഷണൽ ആയിട്ട് കിട്ടി, 40 സീറ്റ് അവിടെ. അപ്പൊ ഇങ്ങനെയുള്ളിടത്തേക്ക് 42 സീറ്റ്. അപ്പൊ ഇങ്ങനെയുള്ളിടത്തേക്ക് മെയിൻ രാജസ്ഥാൻ, മധ്യപ്രദേശ് ഇതെല്ലാം അവരുടെ കയറ്റ് വന്നു, ഗുജറാത്ത്. പിന്നെ സൗത്തിലേക്ക് അവർക്ക് വരുമ്പോഴത്തേക്കും ആന്ധ്രാപ്രദേശ് അവരുടെ സഖ്യകക്ഷിയാണ് ഭരിക്കുന്നത്. ബാക്കി ആ ഒരു ഇതേ ഉള്ളൂ. ബാക്കിയുള്ള മുഴുവൻ സ്റ്റേറ്റിലും ഏകദേശം ഇവരുടെ സഖ്യകക്ഷി. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ 1-2 സംസ്ഥാനങ്ങൾ മാത്രമേ BJP നേരിട്ട് ഭരിക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ അവരുടെ സഖ്യകക്ഷികളാണ് ഭരിക്കുന്നത്. പിന്നെ പഞ്ചാബിൽ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്, ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്, ഛത്തീസ്ഗഡ്, ഇങ്ങനെ പോകുന്നു. ഈ ഒരു കാര്യങ്ങൾ ഇങ്ങനെ എല്ലായിടത്തും അവർ ആധിപത്യം സ്ഥാപിച്ചു. 22 സ്റ്റേറ്റ് ഉണ്ട്.
അപ്പൊ അവർക്ക് വേണമെങ്കിൽ അത് നടത്താം. പക്ഷെ ഇതിനകത്തൊരു വലിയ റിസ്ക് ഉണ്ട്. ധനുഷ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. കാരണം ഇതിനകത്ത് ഈ പിച്ച വെച്ച് തുടങ്ങുന്ന, ഇപ്പം UP തെരഞ്ഞെടുപ്പ് വലിയ പൈസയൊക്കെ മുടക്കി തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു, അവിടുന്ന് ജയിക്കുന്നു, BJP തന്നെ ജയിക്കുകയാണെന്ന് വെച്ചു, 2 കൊല്ലം കഴിഞ്ഞ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഹൈപ്പ് അപ്പൊ കിട്ടണമെന്നില്ല. റിസ്ക് ആണ്, ഒരു കൈവിട്ട കളിയാണ്, ഞാണിമ്മക്കളി കണക്കാണ് ആ സാധനം. അതൊരു സംഭവമാണ്. രണ്ടാമത് എല്ലാ പാർട്ടിക്കാരും ആഗ്രഹിക്കുന്നത് എന്താണ്, എന്റെ നിയമസഭാ കാലാവധി കുറച്ചുകൂടെ നീട്ടിക്കിട്ടാൻ വല്ല വകുപ്പുണ്ടോ എന്നാണ് നോക്കുന്നത്. ഇലക്ഷന് പോകാതെ തന്നെ നീട്ടിക്കിട്ടാൻ. ഇപ്പൊ നമ്മുടെ അച്യുത മേനോനൊക്കെ ഭരിച്ചത് കണക്ക് ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു 6 കൊല്ലോ 7 കൊല്ലോ അങ്ങനെ നീട്ടിക്കൊടുക്കാറുണ്ട് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ. കാരണം അവിടെ ഒരു വേറെ ഭരണമൊന്നും വരുന്നില്ല, അങ്ങനെയൊക്കെ നിൽക്കുന്ന സാഹചര്യം നമ്മൾ ചെയ്യാറുണ്ട്. അങ്ങനെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നിടത്താണ് ഇവരുടെ കയ്യിലുള്ളത്. എനിക്ക് ഇതിനെക്കുറിച്ച് എനിക്ക് ലളിതമായി പറയാനുള്ള, റീവാല്യൂഷൻ ചെയ്യുന്ന കുട്ടിയുടെ ഒരു അവസ്ഥയിലായിരിക്കും BJP-ക്കാർ. കാരണം നമുക്ക് ചിലപ്പോൾ ഒരു 2 മാർക്കിന് കുറവുണ്ട്, അപ്പം നമ്മളെല്ലാം കൂടെ പ്രോത്സാഹിപ്പിച്ചിട്ട് പറയും നീ റീവാല്യൂഷൻ കൊടുത്താൽ ചിലപ്പോൾ ഇത് കൂടുകയോ കുറയുകയോ എന്ന് ചെയ്യും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് ഈ കുട്ടിക്ക് അറിയാമല്ലോ. വീണ്ടും എക്സാം എഴുതി കൂടുതൽ മാർക്ക് വാങ്ങണോ അതോ ഇതിന് റീവാല്യൂഷൻ കൊടുത്ത് കാത്തിരിക്കണമോ എന്നൊരു തോന്നൽ വരും. അതിന്റെ ഒരു ഇതിലാണ് ഇപ്പോൾ സംയുക്ത പാർലമെന്റിലെ സമിതിയാണ് ഇപ്പോൾ ഇതിന്റെ കാര്യങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. 22 സംസ്ഥാനങ്ങളിൽ BJP-യോ NDA-യോ സഖ്യമാണ് ഭരിക്കുന്നത്. 2029 22 സംസ്ഥാനങ്ങളിൽ ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ ഒരുമിച്ച് 22 സംസ്ഥാനങ്ങളുടെ ഫലം പറയാതിരിക്കുമ്പോൾ 22 സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനം BJP-യുടെ കയ്യിൽ നിന്ന് പോയാൽ മതി. ഒരു സംസ്ഥാനം. അതും ശരിയാണ്. കാരണം പോകത്തില്ലെന്ന് നമുക്ക് പറയാൻ കഴിയില്ല, പോകാം. പിന്നെ കാരണം ഇത് തെരഞ്ഞെടുപ്പല്ലേ. കാരണം ഇത് പോയില്ലെങ്കിലും ഈ 22 സംസ്ഥാനങ്ങളിൽ വീണ്ടും BJP തന്നെ ഭരണം വന്നാലോ വോട്ട് ചോദി. അത് കണ്ടില്ലേ, ഞങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങൾ എടുത്തത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊരു കൈവിട്ട കളിയാണ്. ഇതെങ്ങനെയാണ് അവര് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതിൽ എനിക്ക് ഇപ്പോഴും നല്ല കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് മുമ്പ് ഇവരുടെ ഒരു ആശയമുണ്ട്, ചിലപ്പോൾ പ്രാക്ടിക്കലാക്കാൻ സാധ്യതയുണ്ട്. കാരണം ഒന്ന്, ഈ UP പോലുള്ളതിനെ വിടുക, പകരം ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇന്ത്യയിലെ ഒരു 5 സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പുണ്ട്. അതായത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടന്ന ആ സംസ്ഥാനങ്ങളിലൊക്കെ നടക്കും. പിന്നെ അതിനുശേഷം തൊട്ടടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. നെക്സ്റ്റ് ഇയർ, അതായത് 29 കഴിഞ്ഞാൽ 30 ഇലക്ഷൻ നടത്തും. അതുകൊണ്ടൊരു 4-5 എണ്ണം. പിന്നെ അതോടുകൂടി തന്നെ ഈ 1 വർഷം പിന്നിൽ നിൽക്കുന്ന സംസ്ഥാനമുണ്ട്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 1 വർഷം പിന്നിൽ. അങ്ങനെ എല്ലാം കൂടെ കൂട്ടി നോക്കിയാൽ ഒരു 15 എണ്ണത്തിന് പെറുക്കിയെടുക്കാൻ പറ്റും. പക്ഷെ ഈ 15 എന്ന് പറഞ്ഞാൽ BJP ഭരിക്കുന്നതല്ല കേട്ടോ. അതിനകത്ത് മറ്റേ പിന്നെ കോൺഗ്രസ് ഭരിക്കുന്നുണ്ട്, മറ്റേ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്നതൊക്കെ ഉണ്ട്. അപ്പൊ അത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അത് അഡ്ജസ്റ്റ് ചെയ്താൽ ഈസിയാ. 15 എണ്ണം ആദ്യത്തെ ഇതിൽ ഒറ്റയടിക്ക് നടത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പൊ 29 ഇലക്ഷൻ ഈ 15 സ്റ്റേറ്റുകളുടെ ലോക്സഭയായിട്ട് ഒന്നിച്ച് നടത്തുക. അതിനുശേഷം നെക്സ്റ്റ് ടൈം വരുമ്പോഴത്തേക്കും പതുക്കെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് സ്റ്റേറ്റുകളല്ലേ പിന്നെ വരുന്നുള്ളൂ. അപ്പൊ അത് ചെയ്യാൻ പറ്റും. ഇതിപ്പോ ഈ പറയുന്ന സാധനം കൈവിട്ട് കളിയാണ്. 22 സ്റ്റേറ്റുകൾ, കേന്ദ്രഭരണ പ്രദേശം ഉൾപ്പെടെ, ഇത് പെട്ടെന്ന് കളഞ്ഞിട്ട് അടുത്ത ഇലക്ഷന് പോകുക എന്ന് വെച്ചാൽ കൈവിട്ട് കളി. അത് അസാമാന്യ ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ ആ പണിക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. പ്രയാസമായിരിക്കും. ഞാൻ ആലോചിക്കുന്നത്, എന്തിനാണ് ഈ 22 സ്റ്റേറ്റുകൾ ഒരുമിച്ചോ അല്ലെങ്കിൽ 15 സ്റ്റേറ്റുകൾ BJP ഭരിക്കുന്നത് ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്? എതിർപ്പുള്ള സ്റ്റേറ്റുകളിൽ തെരഞ്ഞെടുപ്പ് വരുന്നത് വരെ നമ്മൾ കാത്തിരിക്കുക. അതുവരെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ഭരണം ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്താൽ പോരെ. ഇപ്പോൾ കേരളത്തിൽ ഇനി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് 2031 UP-യിൽ 2030 അവരുടെ ഭരണം തീരുമെങ്കിൽ 31 വരെ UP-യിൽ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് കേരളത്തിന്റെ കൂടെ ഉത്തർപ്രദേശും കൂടെ ചേർത്ത് അങ്ങനെ മൊത്തത്തിലൊരു തെരഞ്ഞെടുപ്പ് എക്സ്റ്റെൻഡ് ചെയ്തുകൂടെ? എന്തിനാ കുറയ്ക്കുന്നത്? അല്ലല്ല, അങ്ങനെയും ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അതിനകത്തൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ VD സതീശനെ വീണ്ടും കുറച്ചാളോടെ പിന്നെ മുഖ്യമന്ത്രി ആക്കി ഇരുത്തണമെന്ന് പിണറായി സമ്മതിക്കൂ? അതൊരു വിഷയമുണ്ട്. അത് മാത്രമല്ല, ഉത്തർപ്രദേശ് ശരിയാണ്. ഇതിനും ഒരു വിഷയമുണ്ട്. ഇപ്പോ BJP ഇതര കക്ഷികളുണ്ട്, ഇന്ത്യ മുന്നണി എന്നാണ് പറയുന്നത്. ഇപ്പൊ VD സതീശന്റെ കാലാവധി നീട്ടുന്നു. ആ ഇന്ത്യ മുന്നണി തന്നെയുള്ള CPM അത് അംഗീകരിക്കുമോ? ഇല്ല. ഇനി ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വരണമെങ്കിൽ തന്നെ 3/2 ഭൂരിപക്ഷത്തോടു കൂടിയെങ്കിലും കുറഞ്ഞത് ഇതിനൊരു സമവായം ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. നിയമങ്ങൾ മാറ്റിയെഴുതണം. പിന്നീട് അത് രാഷ്ട്രപതിയുടെ പെർമിഷൻ വാങ്ങണം. ഇങ്ങനെ കുറെ നൂലാമലുണ്ട്. എനിക്ക് തോന്നുന്നു BJP ഇത് ഒരു ചർച്ചയായിട്ട് വെക്കുക. അതിന് ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ തുള്ളിമരുന്ന് പതുക്കെ കൊടുക്കുന്നത് പോലെ ഇതൊരു ചർച്ചയാക്കി വെക്കുക. എനിക്ക് തോന്നുന്നില്ല 2026 അടുത്ത സെഷൻ, അതായത് ഈ പിന്നെ നവംബർ ഡിസംബർ കാലയളവിലാണ് ഈ നമ്മുടെ ശീതകാല സമ്മേളനം നടക്കുന്നത്. ആ സമയത്ത് വർഷകാല സമ്മേളനം നടക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഒരുപക്ഷെ അവർ കൊണ്ടുവരാൻ സാധ്യതയുള്ളത് ഏക സിവിൽ കോഡാണ്. കാരണം അത് ഓൾറെഡി ഒന്ന് കൊണ്ടുവന്നാണ് രാജ്യസഭയിൽ. അപ്പം ഇവിടെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യതയുണ്ട് അവർ ഏക സിവിൽ കോഡ്. കാരണം 2027 UP തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അവർക്ക് ഒരു ഇന്ധനം ആവശ്യമാണ്. അതിനവർ കൊണ്ടുവരാൻ പോകുന്ന സാധനം ഈ പറയുന്ന ഏക സിവിൽ കോഡായിരിക്കും. അടുത്ത ബില്ല് വരുന്നത് അത് പാസ്സാകുമോ ഇല്ലയോ എന്നറിയില്ല. അത് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്.
രണ്ടാമത്തത് ഇതിന്റെ ചർച്ച തുടങ്ങി വെക്കുക. കാരണം ഇവരിത് ചെയ്യുന്നത് വെച്ചാൽ ഇത് പാർലമെന്റിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ചർച്ചയ്ക്കായി ജനങ്ങൾക്ക് കൊടുക്കുക. ഇത് ജനങ്ങളുടെ അഭിപ്രായം അറിയാനുണ്ട്, പിന്നെ കാരണം അവരുടെ വെബ്സൈറ്റുകൾ വഴിയൊക്കെ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഇട്ട് അവരുടെ അഭിപ്രായം അറിയാനുണ്ട്. കാരണം ഒരുപാട് ഇതിന്റെ ഇത് രാംനാഥ് കോവിന്ദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന കമ്മിറ്റി ജനങ്ങളുടെ നിന്നൊക്കെ ഇതിന്റെ ഇത് വാങ്ങിയിരുന്നു, അവരുടെ എന്തൊക്കെയാണ് സജഷൻസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പം അത് ഒന്ന് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ചർച്ച ചെയ്യുകയാണ് ജനം. അപ്പൊ എന്ത് പറ്റും, ഇപ്പൊ ഒറ്റയടിക്ക് നടപ്പാക്കി നമുക്ക് പെട്ടെന്ന് ദഹിക്കത്തില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ചർച്ചയിലേക്ക് വരുമ്പോൾ ജനം ചോദിക്കുമല്ലോ എന്തിനാണ് ഇപ്പൊ ഈ പണി ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പൊ പറയും ഒരൊറ്റ പോസ്റ്റർ മതി, ഒരു തെരഞ്ഞെടുപ്പ് ചെലവ് മതി. അതായത് MP-യും MLA-യും പഞ്ചായത്ത് പ്രസിഡന്റും കൂടെ ഒരൊറ്റ പോസ്റ്റർ നിന്ന് കഴിഞ്ഞാൽ ഒരു പോസ്റ്റർ അടിച്ചാൽ പോരെ. 5 പോസ്റ്റർ അടിക്കേണ്ട കാര്യമില്ല, 5 പ്രചരണ റാലി നടത്തേണ്ട കാര്യമില്ല, എല്ലാം ഒറ്റയടിക്കണം. ഇത് ശരിക്കും എവിടെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അമേരിക്കയിലെ തെരഞ്ഞെടുപ്പ് അങ്ങനെയാണ്. അവിടെ പ്രസിഡൻഷ്യൽ രീതിയിൽ ആ തെരഞ്ഞെടുപ്പ് അങ്ങനെ തന്നെയാണ്. ആ മെത്തേഡിലേക്ക് ഭാവിയിൽ വരിക. കാരണം ഇന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് സോഷ്യൽ മീഡിയ ആയാലും വിഷ്വൽ മീഡിയ ആയാലും മറ്റ് മാധ്യമങ്ങളായാലും ഒക്കെ വളരെ ശക്തമാണ്. അപ്പോൾ എവിടെങ്കിലും ഒരിടത്ത് കോമൺ ആയിട്ട് ഇപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ശ്രീ രാഹുൽ ഗാന്ധി ഇവരുടെയൊക്കെ ഒരു സംവാദം വെക്കുക ആണെന്നുണ്ടെങ്കിൽ ലോകം മുഴുവൻ ഇരുന്ന് കാണും. ഇന്നിപ്പോ നമ്മുടെ പ്രധാനമന്ത്രി രാത്രി 8 മണിക്ക് രാജ്യത്തെ അഭിസംബോധന ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിയെല്ലാം മാറ്റിവെച്ച് നമ്മളെ മുമ്പ് ഇരിക്കുന്നില്ലേ. അപ്പൊ സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പ് വരുമ്പോഴും നമ്മൾ ഇരിക്കും. ആ ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അത് എത്തിക്കാൻ കഴിയും, ചെലവ് കുറയ്ക്കാൻ പറ്റും. ഈ ചെലവ് എവിടെ ചെന്ന് താങ്ങും? ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ചെലവൊന്നും അവർക്ക് 1-2 രൂപയാണ് മുടക്കുന്നത്, കോടിക്കണക്കിന് രൂപയാണ് ഒരു സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിന് വേണ്ടി വരുന്നത്. ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഞാൻ ആദ്യം പറഞ്ഞത് കണക്ക് 50 കോടി രൂപ എനിക്ക് ഇവിടെ ചെലവഴിക്കാൻ വേണം. അപ്പൊ സ്വാഭാവികമായിട്ടും എന്റെ പാർട്ടിയുടെ ഫണ്ടില്ല. അപ്പോ സ്വാഭാവികമായിട്ടും ആ നാട്ടിലുള്ള ഏതെങ്കിലും ഒക്കെ ഒരു മാഫിയക്കാരൻ, കള്ളക്കടത്തുകാരൻ എനിക്ക് 50 കോടി രൂപ തരുന്നു. അപ്പൊ ഞാൻ അയാൾക്ക് ഫേവർ ചെയ്ത് കൊടുക്കണ്ടേ? അയാൾ എനിക്ക് വേണ്ടി മുടക്കുമ്പോൾ ഞാൻ അയാൾക്ക് വേണ്ടി തിരിച്ചെന്ത് ചെയ്യും? ഇവിടെ അഴിമതി കാര്യങ്ങൾ എല്ലാം ഇതിൽ വരാൻ സാധ്യതയുണ്ട്. വളരെ മികച്ചൊരു മൂവ്മെന്റ്, കൈവിട്ട കളി എന്ന് തന്നെ പറയേണ്ടി വരും.